ഹായ് ഓൾ. പലർക്കും ഉള്ള ഒരു ഡൗട്ടാണ് പ്ലസ് വണ്ണിൽ ബയോളജി സയൻസ് എടുക്കണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എടുക്കണോ, ഏതെടുത്താലാണ് കുറച്ചും കൂടെ സ്കോപ്പ്, അല്ലെങ്കിൽ ഏതെടുക്കുന്നതാണ് നല്ലത് എന്നുള്ളത് പലർക്കും ഉള്ള ഒരു ഡൗട്ടാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളെ 2025 SSLC എക്സാമിൻ്റെ റിസൾട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളെ പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷൻ ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് 14-നാണെന്നാണ് ഇപ്പോൾ ഉള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പ്ലസ് വൺ അഡ്മിഷൻ അടുത്തത് കൊണ്ട് തന്നെ പലരും ആലോചിക്കുന്ന ഒരു കാര്യമാണ്, ചിലപ്പോൾ നിങ്ങൾ സയൻസ് ഒക്കെ എടുത്താൽ മതി അല്ലെങ്കിൽ സയൻസ് എടുക്കണം എന്നൊക്കെ ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൽ ഏത് ബയോളജി സയൻസ് ആണോ കമ്പ്യൂട്ടർ സയൻസ് ആണോ എന്നുള്ള ഒരു ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എൻ്റെ പേര് റമീസ്. നിങ്ങൾക്ക് പ്ലസ് വൺ പ്ലസ് ടു റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് കിട്ടുന്ന ഒരു യൂട്യൂബ് ചാനലാണ്. നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക, ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇപ്പോൾ പ്ലസ് വണ്ണിൽ നിങ്ങൾ ഹയർ സെക്കൻഡറി ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ, ഹയർ സെക്കൻഡറി കൂടാതെ നമുക്ക് VHSCയും അതുപോലെ തന്നെ ITI പോലെയുള്ള കോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഹയർ സെക്കൻഡറി ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നമുക്ക് 3 ഓപ്ഷൻസാണ് ഉള്ളത് അല്ലേ? സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്. ഇനിയിപ്പോൾ സയൻസിൽ തന്നെ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. സാധാരണ നമ്മൾ സയൻസിൽ അധികം നമ്മൾ നോക്കുന്ന 2 ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഒന്ന് ബയോളജി സയൻസും അതുപോലെ തന്നെ രണ്ടാമത്തെന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസുമാണ്. പലർക്കും അല്ല, കാരണം അധികം സ്കൂളിലും ഇത് രണ്ടും ഉണ്ടാവും, ബയോളജിയും ഉണ്ടാവും കമ്പ്യൂട്ടർ സയൻസും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ ഏത് എടുക്കുന്നതാണ് നല്ലത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ നമുക്ക് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ പ്ലസ് വൺ പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബയോളജി സയൻസ് ആയിക്കോട്ടെ, ഇതിൽ ഏത് പഠിച്ചാലും പ്ലസ് വൺ പ്ലസ് ടു ഓടുകൂടി നമ്മളെ പഠനം അവസാനിക്കുന്നില്ല. അല്ലെങ്കിൽ ഈ പ്ലസ് ടു കഴിയുമ്പോഴേക്കൊന്നും നമുക്ക് എവിടുന്നും ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ല. എന്തായാലും നമ്മൾ ഹയർ സ്റ്റഡീസിനെ പറ്റിയിട്ടൊക്കെ ആലോചിക്കും. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത്, ഇപ്പം ബയോളജി സയൻസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു ജോലി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയയിലേക്ക് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മേഖലയിലേക്ക് എത്താൻ വേണ്ടി ഇതിലേത് പഠിക്കണം എന്നുള്ളതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇപ്പോൾ ആലോചിക്കേണ്ടത്. അപ്പൊ ആദ്യം ഞാനിവിടെ ഡിസ്കസ് ചെയ്യുക, ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുക ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് ആണ്. ഇപ്പൊ നിങ്ങൾ പ്ലസ് വണ്ണിൽ കമ്പ്യൂട്ടർ സയൻസ് എടുത്താൽ എന്തൊക്കെ ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ബയോളജി സയൻസ് എടുത്താൽ എന്തൊക്കെ ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിന്റെ മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്ലസ് വണ്ണിൽ കമ്പ്യൂട്ടർ സയൻസ് എടുത്താൽ നിങ്ങൾക്ക് എന്തൊക്കെ സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ബയോളജി എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ പഠിക്കണം. അതായത് കമ്പ്യൂട്ടർ സയൻസ് എടുത്താലും ബയോളജി സയൻസ് എടുത്താലും ഈ കാര്യങ്ങളെല്ലാം കോമൺ ആണ്. ഫിസിക്സും കെമിസ്ട്രിയും മാത്സും എന്തായാലും രണ്ടിലും കോമൺ ആണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷും പിന്നെ സെക്കൻഡ് ലാംഗ്വേജും എന്തായാലും എന്തായിരിക്കും, കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. ആകെ ഒരു വ്യത്യാസം എന്ന് പറയുന്ന ഒരേ ഒരു വിഷയം മാത്രമാണ്, കമ്പ്യൂട്ടർ സയൻസുകാരാണെങ്കിൽ അവർക്ക് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നതിന് പകരം ബയോളജി സയൻസുകാർ പഠിക്കുക ബയോളജി ആയിരിക്കും എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സെയിം ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞാൽ, പ്ലസ് വൺ പ്ലസ് ടു ബയോളജിയോ കമ്പ്യൂട്ടർ സയൻസോ കഴിഞ്ഞാലുള്ള ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് കുറെ കോമൺ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞാലും ബയോളജി സയൻസ് കഴിഞ്ഞാലും ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കോമൺ ആയിട്ടുള്ള ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞാലേ, നിങ്ങളിപ്പം പ്ലസ് ടുവിൽ കെമിസ്ട്രി പഠിക്കുന്നില്ലേ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡിഗ്രി BSc കെമിസ്ട്രി എന്ന് പറയുന്ന കോഴ്സ്, BSc കെമിസ്ട്രി ഒരു ബേസിക് ഡിഗ്രി കോഴ്സാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അതിപ്പം ബയോളജി സയൻസ് ആയാലും ചെയ്യാം കമ്പ്യൂട്ടർ സയൻസ് ആയാലും ചെയ്യാം. അതുപോലെ തന്നെ ഫിസിക്സ് പഠിക്കുന്നതുകൊണ്ട് ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് കോഴ്സും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തും പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട് പ്ലസ് ടുവിൽ അല്ലേ, ബയോളജി ആയാലും കമ്പ്യൂട്ടർ ആയാലും ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള BA ഇംഗ്ലീഷ്, അങ്ങനെയുള്ള ഒരുപാട് അല്ലെ, BA ഇംഗ്ലീഷ് മാത്രമൊന്നുമല്ല, ഒരുപാട് കോഴ്സുകളുണ്ട് ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ട് വരുന്ന, ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളുണ്ട്. അത് ഏതും ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് മലയാളം, ഹിന്ദി, അറബിക് പോലെയുള്ള ലാംഗ്വേജസിൽ കൂടുതൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യണമെങ്കിൽ ആ രീതിയിൽ പോവാം. ഇതൊക്കെ പോസിബിൾ ആണ്. സയൻസ് എന്ന് കരുതിയിട്ട് കംപ്ലീറ്റ് അത് ഒന്നുകിൽ എഞ്ചിനീയറിങ് അല്ലെങ്കിൽ ഡോക്ടർ, അത് മാത്രമല്ല. സയൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഈ ഒരു കാര്യമാണ്, കോമൺ ആയിട്ടുള്ള ഓപ്ഷൻസ് ഒരുപാടുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ്, സെക്കൻഡ് ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ട് ഏത് ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസിലേക്കും നിങ്ങൾക്ക് പോകാൻ പറ്റും. എന്നാൽ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ബയോളജി സയൻസ് എടുത്തു കഴിഞ്ഞാൽ
ബയോളജി സയൻസിന് സ്പെസിഫിക് ആയിട്ട് ബയോളജി സയൻസ് കഴിഞ്ഞാൽ പ്ലസ് ടു ബയോളജി സയൻസ് കഴിഞ്ഞാൽ എന്തൊക്കെ ഹയർ ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് ആദ്യം ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഒന്നിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയൂല, കാരണം ആ വീഡിയോ അതിന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. അതായത് ഇപ്പം നിങ്ങൾ ബയോളജി സയൻസ് പ്ലസ് ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡിലോട്ട് പോകാം. അതുപോലെ തന്നെ പാരാമെഡിക്കൽ ഫീൽഡിലുള്ള ഒരുപാട് കോഴ്സുകൾ ചെയ്യാൻ പറ്റും. ലൈഫ് സയൻസ് റിസർച്ച് പോലെയുള്ള കാര്യങ്ങൾ, അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ഒരുപാട് കോഴ്സുകളുണ്ട്. ഇപ്പൊ മെഡിക്കൽ ഫീൽഡിന്റെ കാര്യം ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ MBBS പറ്റിയിട്ട് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല അല്ലെ. ഡോക്ടർ, അതുപോലെ തന്നെ BDS, BAMS എന്ന് പറഞ്ഞാൽ ആയുർവേദിക് മെഡിസിൻ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. പിന്നെ ഹോമിയോപ്പതി റിലേറ്റഡ് ആയിട്ടുള്ള പഠനങ്ങളിലേക്ക് പോകാൻ പറ്റും. പിന്നെ യുനാനി മെഡിസിൻ, സിദ്ധ മെഡിസിൻ, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഫിസിയോതെറാപ്പി, ഓക്യുപേഷണൽ തെറാപ്പി, BSc നഴ്സിംഗ് അല്ലെ. BSc നഴ്സിംഗ് ഒക്കെയുള്ള കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ബയോളജി സയൻസ് തന്നെ പഠിച്ചിരിക്കണം. ഓക്കെ, അതായത് ഐ ഡോണ്ട് മീൻ, അതായത് എല്ലാ കോഴ്സുകൾക്കും ചിലപ്പോൾ ബയോളജി സയൻസ് തന്നെ വേണമെന്നുണ്ടാവില്ല. പക്ഷെ ഇങ്ങനെയുള്ള ഫീൽഡിലേക്കൊക്കെ പോകണമെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ലത് ബയോളജി സയൻസ് തന്നെ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള എല്ലാ കോഴ്സിനും ചിലപ്പം ബയോളജി സയൻസ് പഠിച്ചാലേ കിട്ടൂ എന്ന് ചിലപ്പോൾ ഉണ്ടാവില്ല. ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ കോഴ്സുകൾ ബയോളജി സയൻസ് അല്ലാത്ത കമ്പ്യൂട്ടർ സയൻസുകാർക്ക് പഠിക്കുന്നുണ്ടാവും. ഏതെങ്കിലും കോഴ്സൊക്കെ അവർക്കും പഠിക്കാൻ പറ്റുന്നുണ്ടാവും. ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഈ പറയുന്ന എല്ലാ കോഴ്സും, ഇതിൽ ഏത് കോഴ്സ് എടുക്കണമെങ്കിലും ബയോളജി സയൻസ് തന്നെ പഠിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലുമൊക്കെ കോഴ്സുകൾ ചിലപ്പോൾ ബയോളജി സയൻസ് ഇല്ലെങ്കിലും ഒരു കമ്പ്യൂട്ടർ സയൻസുകാർക്കും പഠിക്കാൻ പറ്റുന്ന കോഴ്സുകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇങ്ങനത്തെ ഒക്കെ കോഴ്സുകളാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഏറ്റവും നല്ലത് നിങ്ങൾ ബയോളജി സയൻസ് തന്നെ എടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട്. BSc MLT, നിങ്ങൾ ലാബിലൊക്കെ ആളുകളെ കാണുന്നില്ലേ? ഡോക്ടേഴ്സ് മാത്രമാണോ ഹോസ്പിറ്റൽസിലുള്ളത് അല്ലെ? ലാബോറട്ടറി ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് അല്ലെ. നമ്മളെ കണ്ണൊക്കെ പരിശോധിക്കുന്ന ഒപ്റ്റോമെട്രി കോഴ്സുകളുണ്ട്. BSc ഒപ്റ്റോമെട്രി, റേഡിയോളജി അല്ലെ. നമ്മൾ എക്സ്റേ ഒക്കെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ അല്ലെ, എക്സ്റേ ഒക്കെ എടുക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോഴ്സാണ് റേഡിയോളജി എന്ന് പറയുന്നത്. പിന്നെ അനസ്തേഷ്യ അല്ലെ, ഓപ്പറേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് അനസ്തേഷ്യ ചെയ്യാറുണ്ട്, മയക്കാറുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള കോഴ്സ് വരുന്നുണ്ട്. പിന്നെ ഡയാലിസിസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഡയാലിസിസ് ടെക്നോളജി, കാർഡിയോ വാസ്കുലാർ ടെക്നോളജി വരുന്നുണ്ട്, റെസ്പിറേറ്ററി തെറാപ്പി, ഇങ്ങനെ ഒരുപാട് പാരാമെഡിക്കൽ കോഴ്സുകളും നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ ലൈഫ് സയൻസ് റിലേറ്റഡ് ആയിട്ട് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു ഒരുപാട് ഡിഗ്രി കോഴ്സുകൾ ചെയ്യാം. അതിന്റെ കൂട്ടത്തിൽ നിങ്ങളിപ്പോ പ്ലസ് ടു ബയോളജി സയൻസ് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ BSc ബയോളജി, സുവോളജി, ബോട്ടണി പോലെയുള്ള സാധനങ്ങൾ ചെയ്യാം. പിന്നെ BSc മൈക്രോ ബയോളജി, BSc ബയോടെക്നോളജി, ജെനറ്റിക്സ്, ബയോ കെമിസ്ട്രി, BSc ഫോറൻസിക് സയൻസ്, പിന്നെ ഇന്റഗ്രേറ്റഡ് MSc എന്നൊക്കെ പറഞ്ഞിട്ട് 5 കൊല്ലത്തേക്കുള്ള കോഴ്സാണ്. അപ്പൊ അങ്ങനെയുള്ള കോഴ്സുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ ഉണ്ട്. അതായത് BSc അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഫോറസ്ട്രി, ഫിഷറീസ്, ഫുഡ് ടെക്നോളജി, ഡയറി ടെക്നോളജി, ഓക്കെ, സെറികൾച്ചർ, ഇങ്ങനെ ഒരുപാട് കോഴ്സുകൾ ഉണ്ട്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പറയുന്ന കോഴ്സുകളൊക്കെ ചെയ്യാൻ ബയോളജി സയൻസ് നിർബന്ധമാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. ഈ കോഴ്സുകളൊക്കെ ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ബെറ്റർ നിങ്ങൾ ബയോളജി സയൻസ് എടുക്കുക എന്നുള്ളതാണ്. അതായത് ഇതിൽ ചില കോഴ്സുകളൊക്കെ ബയോളജി സയൻസ് ഇല്ലാതെയും എന്ത് ചെയ്യാൻ പറ്റും, ഒരുപക്ഷെ ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാ കോഴ്സുകൾക്കും ഒരുപക്ഷെ ബയോളജി സയൻസ് എന്ത് ചെയ്യണമെന്നില്ല, നിർബന്ധം ഉണ്ടാവണമെന്നില്ല. ഇനിയിപ്പോ ഞാൻ കമ്പ്യൂട്ടർ സയൻസിന്റെ കേസിൽ വരികയാണെങ്കിൽ, കമ്പ്യൂട്ടർ സയൻസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് ഉണ്ട്? എഗെയിൻ ഇനിയിപ്പോ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കരുത് അപ്പൊ ബയോളജി സയൻസുകാർക്ക് ഇതൊന്നും പഠിക്കാൻ പറ്റൂലേ, അങ്ങനെയല്ല. അതായത് ചിലപ്പോൾ ചില കോഴ്സുകൾ ബയോളജി സയൻസുകാർക്ക് പഠിക്കാൻ പറ്റും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ BCA കോഴ്സാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കുക. നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് BCA എന്ന് പറയുന്ന ഒരു കോഴ്സാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, BCA പഠിക്കണമെങ്കിൽ പ്ലസ് ടുവിൽ കമ്പ്യൂട്ടർ സയൻസ് തന്നെ പഠിക്കണം എന്നൊന്നുമില്ല. ബയോളജി സയൻസ് കഴിഞ്ഞവർക്കും എന്ത് ചെയ്യാം, BCA പഠിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് ആഫ്റ്റർ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് BSc കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു ബേസിക് ഡിഗ്രി കോഴ്സ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ BCA ചെയ്യാം. അതായത് BCA പഠിക്കാൻ എന്ത് തന്നെ ആവശ്യമില്ല, പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് തന്നെ ആവണമെന്നില്ല, ബയോളജി ആയാലും ചെയ്യാം. പക്ഷെ കുറച്ചും കൂടെ നല്ലത് നിങ്ങൾ പ്ലസ് ടുവിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നതായിരിക്കും. അതാണ് അതിന്റെ ഒരു സംഭവം വരുന്നത്. പിന്നെ BSc IT വരുന്നുണ്ട്. പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു ടൈമാണ് അല്ലെ. അപ്പൊ BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റാ സയൻസ് പോലെയുള്ള കോഴ്സുകൾ ചെയ്യാം. അതുപോലെ തന്നെ BSc സൈബർ സെക്യൂരിറ്റി, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നൊക്കെ പറയുന്ന ഒരുപാട് കോഴ്സുകൾ ഉണ്ട്. ഇതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇതൊരു വലിയ വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, അതിലേക്ക് വരുന്നില്ല. ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ രണ്ടാമത് ഇപ്പൊ എഞ്ചിനീയറിംഗ്
നിങ്ങൾ എൻട്രൻസ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നിക്കൽ ഫീൽഡിലേക്ക് പോകാൻ പറ്റും. അതായത് ബിടെക് എഞ്ചിനീയറിംഗ് കോഴ്സുകൾ ചെയ്യാം, ബിടെക് ചെയ്യാം. ഓക്കെ, ബിടെക് ഓർ ബിഇ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബിടെക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ചെയ്യാൻ പറ്റും, ഡാറ്റാ സയൻസിൽ, സൈബർ സെക്യൂരിറ്റി. ഈ ഡാറ്റാ സയൻസും സൈബർ സെക്യൂരിറ്റിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഒക്കെ കമ്പ്യൂട്ടർ സയൻസിന്റെ ഭയങ്കരമായിട്ടുള്ള ഒരു ഫീൽഡുകളാണ്. കമ്പ്യൂട്ടർ സയൻസിന്റെ ഭയങ്കരമായിട്ട് സ്കോപ്പുകളൊക്കെ ഉള്ള ഒരു ബ്രാഞ്ചാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ബിടെക് ഐ ടി, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ഐ ഒ ടി എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ആണ്, റോബോട്ടിക്സ്, ഇതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഞ്ചിനീയറിംഗ് ഡിഗ്രി ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് സയൻസ് ആൻഡ് ഇന്റർ ഡിസിപ്ലിനറി കോഴ്സുകളാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബി എസ് സി മാത്തമാറ്റിക്സ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു +2 ബയോളജി സയൻസ് കഴിഞ്ഞവർക്കും ചെയ്യാം. പക്ഷേ ഇതിവിടെ പറഞ്ഞത് കുറച്ചും കൂടെ ബെറ്റർ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ ബി.എസ്.സി മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് പോലെയുള്ള ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ബി.എസ്.സി ഫിസിക്സ് ചെയ്യാം കേട്ടോ, ബി.എസ്.സി ഫിസിക്സ്. പിന്നെ കോഗ്നിറ്റീവ് സയൻസ് വരുന്നുണ്ട്, ഇലക്ട്രോണിക്സ്, ബി.എസ്.സി ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ മെയിൻ്റെനൻസ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കോഴ്സുകൾ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ മാനേജ്മെന്റ് ആൻഡ് കൊമേഴ്സ് ഫീൽഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു +2 കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് BBA കോഴ്സ് കേട്ടോ. BBA ചെയ്യാൻ നമ്മൾ ഒരു +2 കൊമേഴ്സ് തന്നെ പഠിക്കണം എന്നൊന്നുമില്ല, കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവർക്കും ചില BBAs ചെയ്യാം. പക്ഷെ എല്ലാ സംഭവങ്ങളും ചെയ്യാൻ പറ്റില്ല, അത് നിങ്ങൾ അതിനെ പറ്റിയിട്ട് കറക്റ്റ് ആയിട്ട് നോക്കുക. ഓക്കെ, പിന്നെ BCom കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസ് ചെയ്യാൻ പറ്റും, BCom ചെയ്യാൻ പറ്റും. പിന്നെ അങ്ങനെയുള്ള കോഴ്സുകളൊക്കെയാണ് ഇതിൽ നമുക്ക് വരുന്നത്. ഓക്കെ, BCom അഗെയിൻ ഇവിടെയും എക്സെപ്ഷൻ ആണ്. എല്ലാത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ ചെയ്യാൻ പറ്റണമെന്നില്ല. BCom ഫിനാൻസ് വരുന്നുണ്ട്. BCom എന്ന് കേൾക്കുമ്പോൾ യെസ്, +2 കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞാൽ എനിക്ക് BCom എടുക്കാം എന്നുള്ള ഒരു തോട്ട് നിങ്ങൾക്ക് വേണ്ട. BCom എന്ന് പറയുമ്പോൾ BCom ഫിനാൻസ് വരുന്നുണ്ട്, BCom കോർപ്പറേഷൻ വരുന്നുണ്ട്, BCom കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അതിൽ BCom കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസ് ചെയ്യാമെന്ന് മാത്രമേ ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളൂ, പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ബാച്ചിലർ ഓഫ് ഇ കൊമേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കോഴ്സുകളാണ് നമുക്ക് വരുന്നത്. പിന്നെ ഡിസൈൻ റിലേറ്റഡ് ആയിട്ട് കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിൽ ഭയങ്കരമായിട്ട് സ്കോപ്പ് വരുന്ന സംഭവമാണ് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടുള്ള ഡിസൈനിങ്. അപ്പോൾ അതിൽ ആനിമേഷൻ റിലേറ്റഡ് കോഴ്സുകൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഗെയിമും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്ന കോഴ്സുകളുണ്ട് അല്ലെ. ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ള ഏരിയ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഗെയിം ഡിസൈനിങ്, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, ഡിജിറ്റൽ മീഡിയ ഒക്കെ ഉണ്ടാവില്ലേ, ഇങ്ങനെയൊക്കെയുള്ള ഏരിയാസിലേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോകാൻ പറ്റുന്നതാണ്. പിന്നെ ഒരുപാട് മറ്റുള്ള കരിയർ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അതായത് BSc ക്രിമിനോളജി ആൻഡ് സൈബർ ലോ ആൻഡ് ഡിപ്ലോമ ഇൻ സോഫ്റ്റ്വെയർ ആപ്പ് ഡെവലപ്മെന്റ്, വെബ് ഡെവലപ്മെന്റ് പോലെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇതുകൂടാതെ നമുക്ക് വേറെ കുറെ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ചെയ്യാം, ഗൂഗിൾ IT സപ്പോർട്ട്, AWS, ഡാറ്റ അനലിറ്റിക്സ് എന്നൊക്കെ പറയുന്ന ഒരുപാട് സർട്ടിഫിക്കറ്റ് കോഴ്സുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, +2 കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളാണ്. പിന്നെ ഇവിടെ BA LLB എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, BTech LLB. ഇതിനൊന്നും എന്തില്ല, നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് തന്നെ ആവണം എന്ന് നിർബന്ധമില്ല, ബയോളജി സയൻസ് ആയാലും ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ +2ൽ കമ്പ്യൂട്ടർ സയൻസ് ആയാലും ബയോളജി സയൻസ് ആയാലും നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരുപാട് കോമൺ ആയിട്ടുള്ള കോഴ്സുകളുണ്ട്, ഒരുപാട് കോമൺ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. എന്നാൽ നിങ്ങളിപ്പോൾ ഒരു മെഡിക്കൽ ഫീൽഡിലേക്കൊക്കെയാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ MBBS അല്ലെങ്കിൽ BDS അല്ലെങ്കിൽ ഈ പാരാമെഡിക്കൽ കോഴ്സ് ആയിട്ടുള്ള എന്താ പറയുക BSc ഓപ്റ്റോമെട്രി, അല്ലെങ്കിൽ നിങ്ങൾ നോക്കുന്നത് ഒരു BSc നഴ്സിംഗ്, ഇങ്ങനെയൊക്കെയുള്ള കോഴ്സുകളാണെങ്കിൽ ബെറ്റർ യു ഗോ ഫോർ വാട്ട് ബയോളജി സയൻസ്. ഇനിയല്ല നിങ്ങളൊരു കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡ് നിങ്ങൾക്ക് ഇഷ്ടം മാത്രമല്ല, കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡിന് ഇപ്പോൾ അത്യാവശ്യം സ്കോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം AI അത്രയും ഇതാവാൻ പോവാണ്. അപ്പോൾ ആ ഒരു ഭൂമിയിൽ എന്തായാലും AI പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടുള്ള ആരും വെറുതെ ഇരിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. കമ്പ്യൂട്ടർ സയൻസ് അത്യാവശ്യം സ്കോപ്പുള്ള സബ്ജക്റ്റ് തന്നെയാണ്. അപ്പോൾ ആ രീതിയിലാണ് വരുന്നത്. ഓക്കെ, ആൻഡ് നിങ്ങളെ ഏരിയ അനുസരിച്ച് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതിനനുസരിച്ച് ആ ഒരു ഏരിയയിൽ എത്രത്തോളം സ്കോപ്പ് ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഡെസിഷൻ എടുക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്ട്. നിങ്ങൾ ഈ ഒരു വീഡിയോന്റെ താഴെ നിങ്ങൾ കമന്റ് ആയിട്ട് എന്ത് ചെയ്താൽ മതി, കൊടുത്താൽ മതി. എല്ലാ കമന്റ്സിനും എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ആൻസർ തരുന്നതായിരിക്കും. ഇനി അഥവാ എനിക്ക് അറിയില്ലെങ്കിൽ ഞാൻ നോക്കിയിട്ട് എന്ത് ചെയ്യുന്നതായിരിക്കും, ആൻസർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്.